ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാൻ എൻ്റെ മോർണിംഗ് റുട്ടീനാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. രാവിലെ തന്നെ നിസ്കാരവും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് കിടക്കും. ആദ്യം തന്നെ ചിയാ സീഡ് വാട്ടർ കുടിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്നും ചെയ്യാറില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ ഞാനിത് മറന്നു പോകാറാണ് പതിവ്. ചിയാ സീഡ് വാട്ടർ കുടിച്ചതിന് ശേഷം തലേ ദിവസത്തെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതൊക്കെ ഒന്ന് എടുത്തു വെക്കും. ആദ്യമായിട്ടാണ് ഈ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ കോൾഡാണ്, അപ്പോൾ സൗണ്ടിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഞാനൊരു റെസിപ്പി വീഡിയോ കൂടി കാണിക്കുന്നുണ്ട്. ഹസ്ബൻഡ് ഓഫീസിലോട്ട് പോകുമ്പോൾ ലഞ്ച് കൊണ്ടുപോകും. അതുകൊണ്ട് രാവിലെ തന്നെ ലഞ്ചൊക്കെ റെഡിയാക്കാറാണ് എൻ്റെ പതിവ്. പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് നമുക്കൊന്ന് തുടച്ചിടാം. അപ്പോൾ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന റെസിപ്പി ചിക്കൻ 65 ആണ്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ടേസ്റ്റിലുള്ള ചിക്കൻ 65 ആണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റാണ്. നിങ്ങൾക്ക് ഹോൾ ചിക്കൻ വെച്ചിട്ട് ഇത് റെഡിയാക്കാവുന്നതാണ്. ഇനി ചിക്കനൊക്കെ ഒന്ന് നമുക്ക് ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ക്യൂബ്സ് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാ ചിക്കനും ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനായിട്ടുള്ള മസാല റെഡിയാക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 3/4 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ 1 ടീസ്പൂൺ മുളക് പൊടിക്ക് കൂടാതെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പാപ്രിക്ക പൗഡറാണ്. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ എടുക്കാനും കുഴപ്പമില്ല. പിന്നെ ഇതിലോട്ട് ഒരു മൂടി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഇല്ല എന്നുണ്ടെങ്കിൽ ലെമൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു ബാറ്റർ പരുവത്തിലാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ആ ചിക്കനിൽ നല്ലോണം ബാറ്റർ കോട്ട് ചെയ്തിട്ട് എടുക്കണം. ആദ്യം ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിൽ ബാറ്റർ നന്നായിട്ട് കോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ചിക്കൻ നന്നായിട്ട് മസാല കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുരുങ്ങിയതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ലഞ്ചിന് ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് ദം റൈസും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും കേടുമാണ് ഇന്ന് ഓഫീസിലോട്ട് കൊടുത്തു വിടുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് റെഡിയാക്കുന്നത് ഉപ്പുമാവാണ്. അപ്പോൾ അതിനോട്ട് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെയാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കോഴ്സ് പറഞ്ഞുതരാം. എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. വിജയം എന്നത് യാദൃശ്ചികമല്ല ഒരിക്കലും. അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാം ഉപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹമാണ്. പിന്നെ ഇതെൻ്റെ വാക്കുകളല്ല കേട്ടോ, ലോക പ്രശസ്ത ഫുട്ബോൾ താരം പെലെയുടെ വാക്കുകളാണ്. ആദ്യമായിട്ട് വ്ലോഗ് എടുക്കുന്നുണ്ട്, അതിൻ്റെ നല്ല പോരായ്മകൾ ഇതിൽ കാണും. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റിലൊന്ന് അറിയിക്കണേ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദം റൈസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആണ്. ഇതിൻ്റെ റെസിപ്പി ഞാനിതിൽ ഷെയർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമ്മളുടെ റൈസ് ഒന്ന് ദം ചെയ്തെടുക്കണം. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ദം റൈസിൻ്റെ പരിപാടികളിലൂടെ കഴിയും. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയിലോട്ട് വരാം. അപ്പോൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ്റെ ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലോട്ട് ഓരോ ചിക്കനായിട്ട് വെച്ച് കൊടുക്കാം. ചിക്കൻ എണ്ണയിലോട്ട് ഇട്ട് ഉടനെ ഇളക്കി കൊടുക്കരുത്. ഒരു 5 മിനിറ്റിന് ശേഷം മാത്രം ഇത് മറിച്ചിട്ട് കൊടുത്താൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കോട്ടിങ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് 5 മിനിറ്റിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്.
അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ബാച്ച് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാ ബാച്ച് ചിക്കനും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല ക്രിസ്പിയാണ്, കണ്ടില്ലേ? പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന ചിക്കൻ ഫ്രൈ ആണ്. കോട്ടിങ്ങൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഓഫീസിലോട്ട് കൊടുത്തുവിടാനുള്ള ലഞ്ച് ഒന്ന് പാക്ക് ചെയ്തെടുക്കാം. ചോറാക്കി കൊടുത്തതിന് ശേഷം അതിന് മേലോട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ വെച്ച് കൊടുക്കാം. ഇനിയൊരു ബൗളിൽ കുറച്ച് തൈര് പാക്ക് ചെയ്യുന്നുണ്ട്. ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്തിട്ട് മേശപ്പുറത്ത് കൊണ്ടുവച്ചു. ഇനി നമുക്ക് ചായ റെഡിയാക്കണം, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ അതൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ഓഫീസിലോട്ട് പോവാണ്. അപ്പോൾ ചെറിയ ആൾ പുറത്ത് നിന്നിട്ട് ടാറ്റ കൊടുക്കുകയാണ്. ഇനി ക്ലീനിങ് പരിപാടികളാണ്. അപ്പോൾ പാത്രങ്ങളൊക്കെ ഉള്ളത് മുമ്പ് തന്നെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പണിയുടെ ഇടയിൽ എൻ്റെ പാത്രങ്ങൾ കഴുകിയെടുക്കുന്ന പാത്രങ്ങൾ എല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ടാവും. ചില ദിവസങ്ങൾ സമയം കിട്ടാത്തപ്പോൾ അങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ വരും. എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കഴുകാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമുക്കിത് ചായ കുടിച്ച പാത്രങ്ങൾ മാത്രമേ കഴുകി വെക്കാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഓൾറെഡി കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് ചില ദിവസങ്ങളിൽ ഞാൻ കിടന്നുറങ്ങും. എന്നുണ്ടെന്നുണ്ടെങ്കിൽ എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ആയിട്ടിരിക്കും. പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം എല്ലായിടത്തും നന്നായിട്ടൊന്ന് തുടച്ചിടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മോർണിംഗ് റുട്ടീൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.